cool, I will be a fool. Oh, when I fall asleep, I'm dreaming that you think of me. But if you're just too cool, I will be. Hi, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് കുറേ ദിവസമായിട്ട് വിചാരിക്കണു റൂമിലെ ഈ ഡെക്കറേഷൻ ഐറ്റംസുകളൊക്കെ ഇതിപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു മന്തായി. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം മാറ്റി വെക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ മാറ്റി വെക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് റൂമിലെ ഡെക്കറേഷൻസ് മൊത്തം ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോസാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ റൂമിൽ ഉള്ളത് കേട്ടോ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ഐറ്റംസുകളാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് ഫ്ലവേഴ്സുകളാണ്. അപ്പോൾ ഞാനിതിങ്ങനെ മാറ്റി വെക്കുന്നത് ഇതിലേക്ക് വെക്കുന്നുണ്ട്, പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫുള്ള് ഈ ഒരു ട്രോളിയിലാണ് കേട്ടോ. ട്രോളി പിന്നെ ഞാനൊരു അമറിൻ്റെ മേലുള്ള റാക്കിൽ മേലെ വെക്കും. അപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. ഈ കാണുന്ന ഈ നെൽക്കതിര്, ആ ഗ്രീന്, അതൊക്കെ ഈ വെള്ള പോട്ട്, ഇതൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തുള്ളതാണ്. പിന്നെ ഈ കാണുന്ന മെയിൻ വൈറ്റ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചത്, ഒമാനിന്ന് ഞാൻ വാങ്ങിച്ചത്. ബാക്കിയൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തുള്ളതാണ്. ഇതുപോലെ ഞാൻ മാറ്റി വെക്കുമ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇനി മൊത്തത്തിലൊന്നും ചേഞ്ച് ചെയ്യില്ല, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പം ഇനി അത് കാണാം. ഇതൊരു പെയിൻറ്റിങ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഡബിൾ സ്റ്റിക്കർ ഉണ്ട് ചുമരുമ്മൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനത് ഒട്ടിച്ചിട്ടില്ല. ഇതുപോലെ നമുക്ക് മാറ്റേണ്ട സമയം വരുമ്പോൾ ഒട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഞാൻ അത് മാറ്റിയിട്ട് അവിടെ മക്കളെ ഫോട്ടോസാണ് വെക്കുക. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെ പൊസിഷൻ മാറ്റും. പിന്നെ കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ട് വേറെ ഐറ്റംസ് വെക്കും. അങ്ങനെയാണ്. ഇത് ഐക്യന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു, ഒമാനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കൂട്ടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഭയങ്കര നാച്ചുറൽ ഫീലിംഗ് വരും. ഇതിൻ്റെ ആ ഒരു ഗ്രീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാനും. ഇതൊക്കെ ഹൗസ് വാമിൻ്റെ സമയത്ത് തന്നെ വാങ്ങിച്ചതായിരുന്നു. ഇതേപോലെ ഹൗസ് വാമിൻ്റെ സമയത്തെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ ഈ മൾട്ടിവുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ സ്റ്റാൻഡുകളൊക്കെ. അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരൂർ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതൊക്കെ ഹൗസ് വാമിൻ്റെ സമയത്ത് വാങ്ങിച്ചത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് പൊസിഷൻ മാറ്റി ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. മക്കളൊക്കെ വലുതായി. മോനെ 6ാം ക്ലാസ്സിൽ, മോള് 1ാം ക്ലാസ്സിലൊക്കെ ആയി. അപ്പോൾ അവളുടെ ആ ചെറു പ്രായത്തിലുള്ള പിക്കാട്ടോ ഇത്. കാണുമ്പോൾ നമുക്ക് ആ കുഞ്ഞു പ്രായം നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ നല്ലൊരു ക്യൂട്ടല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ആ സമയത്തെ ഓർമ്മകളൊക്കെ. അപ്പോൾ അതിങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ഭാഗം ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി മാറ്റാൻ പോകുന്നത് ഈ ഒരു ഐറ്റംസുകളാട്ടോ. സ്റ്റഡി ടേബിളിമത്തെ കുറച്ച് ഫ്ലവർ മാറ്റണം. അതുപോലെ അവിടെ ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനം, അതൊക്കെ ചേഞ്ച് ചെയ്യണം. വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിക്കണം, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് തുടക്കമാണ്, അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല, പക്ഷെ കഴിയുന്ന പോലെ തൽക്കാലം ഇങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ ഒന്നും കമൻറ്റുകളൊന്നും വരണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു രസമല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ഹാങ്ങിങ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇത് ഞാൻ ഹൗസ് വാമിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്, പക്ഷെ ആദ്യം വെച്ചത് അതല്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ.
ഇനി മറ്റേ ഇത് ഒരു ഗ്രീനിഷ് ആക്കിട്ടോ, മറ്റേ അതൊരു ഫ്ലവർ ആയിരുന്നു. ഇനി ഡ്രസ്സിങ് റൂമിൽ ഞാനൊരു പോട്ട് വെക്കലുണ്ട്, അതാണ് ഒരു സൂര്യകാന്തി പോലെ ഫസ്റ്റ് കണ്ടില്ലേ ഞാൻ. അപ്പോൾ ആ ഫ്ലവറും കൂടെ മാറ്റണം. അതാണ് ഇത് കേട്ടോ. ഈ ഫ്ലവർ ഡ്രസ്സിങ് റൂമിൽ ഞാൻ വെക്കുന്നതായിരുന്നു. അപ്പോൾ ഇനി അത് ചേഞ്ച് ചെയ്ത് വെക്കാം. ഇത് അത്യാവശ്യം ഒരു ഹൈറ്റുള്ള ടൈപ്പ് ഫ്ലവർ ആട്ടോ. പക്ഷെ ഇത് കട്ട് ചെയ്താൽ എനിക്ക് പിന്നെ അതൊരു കേട് വരുമോ, പിന്നെ ഒന്നിനും പറ്റൂലേ എന്നൊക്കെയൊരു ഇത്. അപ്പോൾ ഞാൻ തൽക്കാലം ആ ഹൈറ്റ് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് റൂമിൽ പറയുമ്പോൾ ഒരു ടേബിളിൻ്റെ മേലെ വെക്കുമ്പോൾ അതിന് അത്ര അത് തോന്നില്ല കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസുകൾ അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ മാറ്റിയതും തിരിച്ചു വെച്ചതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ അതേമാതിരി ഈ ട്രോളിയിൽ വെച്ചിട്ട്, ട്രോളി ഞാൻ വാർഡ്രോബിൻ്റെ മേലെ അങ്ങോട്ട് കയറ്റി വെക്കും. ഡ്രസ്സ് റൂമിലാട്ടോ, മറ്റേ റൂമിലല്ല, ഡ്രസ്സ് റൂമിൽ വാർഡ്രോബിൻ്റെ മേലൊക്കെ വേണ്ടി കയറ്റി വെക്കും. അപ്പോൾ ഇത്രയാണ് ചേഞ്ച് ചെയ്തത് കേട്ടോ. ഇനി ചെറിയൊരു പണി, ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള റൂം. അടുത്തത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ നമ്മളെ ഈ പിന്നുകൾ, ഹിജാബുമ്മ കുത്തുന്ന പിന്നുകളും മുട്ടുസൂചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ. ഇത് ഞാനിങ്ങനെ കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കലോ. അതായത് തെർമോകോളാണ്. തെർമോകോളുമ്പോൾ ഒരു പേപ്പർ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് ഡബിൾ സ്റ്റിക്കർ വെച്ച് ചുമരുമ്മൽ ഒട്ടിക്കലാണ്. പിന്നെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ അത് അതേമാതിരി ഇങ്ങനെ അതിമ കുത്തി വെച്ചാൽ മതി. നമ്മൾ ചിലപ്പോൾ ലാളക്കിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ തുറന്ന് അതിൽ വെക്കുമ്പോൾ കുറച്ച് മടി പിടിച്ചുകൊണ്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് വെക്കും. പിന്നെ അത് തെരഞ്ഞാൽ കാണില്ല, കുട്ടികളെ അടുത്തൊക്കെ വിടും. അപ്പോൾ ഇതാകുമ്പോൾ വന്നതിനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് നമ്മളങ്ങോട്ട് കുത്തിച്ചാൽ മതി, ഇവിടെ കുത്തിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പണി. അപ്പോൾ ഞാൻ കുറേ ആയി ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സും ഒക്കെ ആകെ കുറേ ആയി ഇപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടേബിൾ ഷീറ്റ് ഉണ്ടാവുമല്ലേ, അതായത് നമ്മൾ ഈ ഫങ്ഷൻസിനൊക്കെ ടേബിൾ മേൽ വിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു പേപ്പറാട്ടോ. ഇത് ഒരു സ്റ്റാർ ഭയങ്കര ഒരു ക്യൂട്ടായി തോന്നിയപ്പോൾ ഞാനതങ്ങനെ വാർഡ്രോബിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അത്. അപ്പോൾ ഞാനത് ഇതിന്മ പൊതിയാട്ടോ, പൊതിഞ്ഞ് കഴിഞ്ഞ ശേഷം ഡബിൾ സ്റ്റിക്കർ വെച്ച് കണ്ട് വീണ്ടും ഒട്ടിക്കുക ചെയ്യുന്നത്. ഇത് എവിടെയും ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതും ഒക്കെ സ്ഥലം അവിടെ ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സ് റൂമിലാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ട്, അതായത് നമുക്ക് വാർഡ്രോബിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും ചുമരുമലും ഉള്ളിൽ വേണമെങ്കിലും ഒട്ടിക്കാം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കയ്യെത്താത്ത ദൂരത്ത് വെക്കണം. കാരണം ഈ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിക്കണം. അവർക്ക് കുട്ടികളുള്ള വീട്ടിലാകുമ്പോൾ അവർക്ക് കിട്ടാത്ത ഭാഗത്താക്കി വെക്കണം, അല്ലാത്തപോലെ എങ്ങനെയായിട്ട് വെക്കാട്ടോ.
ഇതല്ലാതെ ഇതിലും നല്ല ഐഡിയാസ് യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതാണ് കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യല്. കാരണം എനിക്കൊന്നും കൂടെ സുഖമായിട്ട് ഇത് തോന്നി. എവിടെ പോയെന്നാലും നമുക്കതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് അതിന് വെച്ചാൽ അതൊരു സേഫ്റ്റി ആയിട്ട് അവിടെ കിടന്നോളും. പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിലുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു. It's the time to pay, but is there something